അവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ. ആ രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെയുണ്ട്. ആ രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുകയാണ്, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പൊതുവായ ജീവിത സാഹചര്യത്തെക്കാൾ അതീവമായ പിന്നോക്കാവസ്ഥയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിം ജനങ്ങളുടെ സാമാന്യമായ ജീവിത അവസ്ഥയെന്ന്. വിദ്യാഭ്യാസ കാര്യത്തിൽ, തൊഴിലിന്റെ കാര്യത്തിൽ, മറ്റ് സാമൂഹ്യ ജീവിത ചുറ്റുപാടുകളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കമായി കഴിയുന്ന മുസ്ലിം ജനസാമാന്യത്തിന്റെ പൊതുപിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും അടിയന്തര നടപടി സ്വീകരിക്കണം. അതിനാവശ്യമായ രൂപത്തിലുള്ള ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ട് അഹമ്മദ് മന്ത്രിയായ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി കഴുത്തിൽ വെച്ച് വാശി പിടിച്ച മുസ്ലിം ലീഗ് രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ ധൈര്യം കാണിക്കാത്തത്? സിപിഐഎമ്മിന്റെ 20ാം പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് ചേർന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം അവതരിപ്പിച്ചു. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം, സംസ്ഥാന ഗവൺമെന്റുകൾ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎമ്മിന്റെ 20ാം പാർട്ടി കോൺഗ്രസിൽ പ്രമേയം അംഗീകരിച്ചു. മുസ്ലിം ലീഗിന്റെ ഹൈപ്പവർ കമ്മിറ്റി കൂടിയിട്ട് പ്രമേയം പാസാക്കിക്കൂടെ? അപ്പൊ മുസ്ലിം ജനസാമാന്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ലീഗിന് യാതൊരു താൽപര്യമില്ല. അധികാരത്തിലെ പങ്കുവെപ്പിന് വേണ്ടി ഏതാണ്ട് എച്ചിൽ കഷ്ണത്തിന് കടിപിടി കൂടുന്ന തെരുവ് പട്ടികളുടെ സംസ്കാരത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ നിലപാട് വായിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നത്തെ അവസ്ഥ. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ, ഈ മലപ്പുറം ജില്ലയിലെ റേഷൻ ഷോപ്പിൽ അരിയില്ല. അരിയുടെ വിതരണം നിലച്ച അവസ്ഥയുണ്ടായി. ഈ ജില്ലയിലെ 2 ഇടതുപക്ഷ എംഎൽഎമാർ, സഖാവ് ശ്രീരാമകൃഷ്ണനും ഇടതുപക്ഷ പിന്തുണയോടുകൂടി വിജയിച്ച സഖാവ് ശ്രീ കെ ടി ജലീലും ഈ കഴിഞ്ഞ വിഷു ദിനത്തിൽ ഉപവാസമിരിക്കേണ്ട അവസ്ഥയുണ്ടായി റേഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ. എവിടെ ലീഗ്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ റേഷൻ കാർഡിലെ മണ്ണെണ്ണ മുഴുവൻ എടുത്തു കളയാൻ പോവുകയാണ്. പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി മണ്ണെണ്ണ വേണ്ട എന്നാണ് തീരുമാനം. അവ ലീഗ് അതിന് കൂട്ടുനിൽക്കുകയാണ്. UDF ഗവൺമെന്റിന്റെ തീരുമാനമായി വരികയാണ്. ഇവിടെ വലിയ വീരഘോരം പ്രസംഗിക്കുന്ന നേതാവുണ്ട് ആര്യാടൻ മുഹമ്മദ്. ഏതാണ്ട് നമ്മുടെ തുവൂരടക്കം പോസ്റ്റ് കാണാനുണ്ട്, മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ആര്യാടന്റെ കൂടെയാണ് എന്ന്. എന്നാൽ കിൽക്കി കുത്തി കിട്ടിയ ഗതാഗത മന്ത്രി സ്ഥാനവും തൊക്കത്ത് വെച്ചാണ് ആര്യാടൻ ലീഗിനെതിരായിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്നത് എന്നത് കൂടി കൂട്ടി വായിക്കണം. ആര്യാടൻ കൈകാര്യം ചെയ്യുന്നൊരു വകുപ്പുണ്ട്, വിദ്യുത് ശക്തി വകുപ്പ്. 180 യൂണിറ്റിലേറെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഓരോ ഗാർഹിക ഉപഭോക്താക്കളും അടുത്ത മാസം മുതൽ അധികം ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും 10 രൂപ വീതം അധികം നൽകേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിൽ വൈദ്യുതി ബില്ല് വരാൻ പോവുകയാണ്. 150 യൂണിറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിദിനം 5 യൂണിറ്റ് ഉപയോഗിച്ചാൽ മതി.